നമ്മുടെ ജിസേലിന്റെ മുഖംമൂടി ഇന്ന് അഴിഞ്ഞു വീണിരിക്കുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ജിസേലിന്റെ മുഖംമൂടി ഇന്ന് ആദിലയും ശൈത്യയും കൂടി അഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വിശദമായി പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് ചെറിയൊരു പ്രശ്നം അരങ്ങേറിയിരിക്കുകയാണ്. ജിസേൽ തന്നെയാണ് ഈ പ്രശ്നത്തിലെ മെയിൻ കണ്ണി. ജിസേലും നെവിനുമാണ് ബിഗ് ബോസ് വീട്ടിലെ രണ്ട് സ്വേച്ഛാധിപതികൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഫുഡൊക്കെ തന്നെ ബിഗ് ബോസ് അനുവദിച്ചിട്ടുമുണ്ട്. ആ സ്വേച്ഛാധിപതികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പേർക്ക് ഈ ഫുഡ് ഷെയർ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടിയ സമയത്ത് നമ്മുടെ രേണു സുധിക്ക് നെവിന് കുറച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് കണ്ടുവന്ന ജിസേലിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നെവിനോട് നമ്മുടെ ജിസേൽ ചോദിക്കുന്നുണ്ട്, നീ എന്റെ അനുവാദമില്ലാതെ എന്തിനാണ് അവർക്ക് അത് എടുത്തു കൊടുത്തത് എന്ന്. ഇതിനെ ചൊല്ലിയായിരുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെയും. അതായത് നമ്മുടെ നെവിനോട് ജിസേൽ ചോദിച്ചത് കുറച്ച് ഗൗരവത്തിൽ തന്നെയാണ്. നീ എന്തിനാണ് കേക്ക് കൊടുത്തത്, നീ എന്തിനാണ് ഐസ്ക്രീം കൊടുത്തത്, ഇനി എല്ലാം പോട്ടെ, എന്ത് കൊടുത്താലും നിനക്ക് എന്നോടൊരു വാക്ക് ചോദിച്ചൂടായിരുന്നു. നമുക്ക് വേണ്ടി 7 പേര് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നില്ലേ, അവർക്കല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത്, അതല്ലാതെ ഇവർക്കാണോ കൊടുക്കേണ്ടത്. ജിസേലിന്റെ ഈ ചോദ്യത്തിന് നമ്മുടെ നെവിന് മറുപടി നൽകുന്നുണ്ട്. ഞാൻ അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല, ഞാൻ ആകെ ഒരെണ്ണം നമ്മുടെ രേണു ചേച്ചിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതല്ലാതെ ഞാൻ മറ്റാർക്കും കൊടുത്തിട്ടില്ല. എന്നാൽ ഇതിന് മറുപടി ആയിട്ട് ജിസേൽ പറഞ്ഞ വാക്ക് മോശമായി പോയി. അത് കൊടുത്തില്ല എന്ന് കരുതി അവൾ ചത്തൊന്നും പോകില്ലല്ലോ എന്നായിരുന്നു ജിസേൽ തിരിച്ച് നെവിനോട് ചോദിച്ചത്. ഇത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞേ മതിയാകൂ. എന്തായാലും ഇങ്ങനെ ജിസേൽ പറയാനേ പാടില്ലായിരുന്നു. ജിസേൽ പറഞ്ഞ ചത്തൊന്നും പോകില്ലല്ലോ എന്നുള്ള ആ ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് ആ ഒരൊറ്റ വാക്കായിരുന്നു. എന്തായാലും ഇവിടെ നമ്മുടെ ജിസേലിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. നിഷ്കളങ്ക ഭാവത്തോടെ മുന്നോട്ട് പോയിരുന്ന ജിസേലിന്റെ മുഖംമൂടി ഇതോടെ അഴിഞ്ഞു വീണു.